നമുക്കിന്ന് ഒരു സാമ്പാർ വളരെ എളുപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. അതായത് കറിക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പച്ചമുളക്, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ നമുക്ക് പച്ച ഏത്തക്ക ഉണ്ടല്ലോ, അത് എല്ലാം നമുക്ക് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാൻ. അതുപോലെ തന്നെ സാമ്പാർ തുമര, ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് വെച്ചത് സാമ്പാർ തുമരയാണിത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് പുളി. ഇത് വാളംപുളിയാണ്. ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് വെള്ളമാക്കി എടുത്തതാണ്. ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാത്രങ്ങളിലും എടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന പാത്രം, ഞാനിപ്പോൾ കുക്കർ എടുത്തതേ ഉള്ളൂ, പക്ഷേ ഇത് കുക്കറിൻ്റെ അടപ്പിട്ടല്ല ഞാൻ അടയ്ക്കുന്നത്, വേറൊരു അടപ്പ് വെച്ചാണ് ഞാൻ അടയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് കുക്കറിനകത്ത് ആണെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ കഷണം നികന്നേ കിടക്കത്തെ വിധത്തിൽ വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി. അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടി, അതും 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി മെയിനായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കായമാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പൊടി എന്ന് പറയുന്നത് ഉലുവാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും. ഞാൻ ഇതിനകത്തേക്ക് സാമ്പാർ പൗഡർ ചേർക്കുന്നില്ല, പകരം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കായം, ഇത്രയും കൂടെ ചേർത്താണ് ഞാനിവിടെ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പരിപ്പില്ലേ, അതായത് തുമരപ്പരിപ്പ് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്നു, അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി കഷ്ണം ഈ തുമരയെല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ വേവും. അപ്പം നമ്മുടെ ഈ തുമരയുടെ ആ ടേസ്റ്റും നല്ലതുപോലെ നമ്മുടെ സാമ്പാറിനകത്തേക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കൊന്ന് ഇളക്കി വെച്ച് ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കാരണം തുമര ഇട്ട് കഴിയുമ്പം വെള്ളം നല്ലതുപോലെ കുറുകിപ്പോവും. നല്ല നീളത്തിലുള്ള സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളമില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പുളി ആദ്യം ചേർത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആവശ്യമെങ്കിൽ കൂടുതലായിട്ടുള്ള പുളിയുടെ ആ വെള്ളം നമുക്ക് ചേർക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ പുളി പരുവത്തിലുള്ള ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാനിനി കൂടുതലായിട്ട് ചേർക്കുന്നില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഒരു തിള വരുന്നിടം വരെ നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം നല്ലതുപോലെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇപ്പം ഓൾറെഡി എൻ്റെ തീ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാൻ വേറെ പാത്രം അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നിങ്ങളുടെ ഇഷ്ടം പോലെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് നല്ലതുപോലെ ഇവിടെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ ഉള്ളി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഉള്ളി കരിഞ്ഞു പോകുകയില്ല. കണ്ടല്ലേ,
കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഇതെടുക്കണം. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ മതിയായിരിക്കും നമ്മുടെ കടു വറുത്തെടുക്കേണ്ടത്, അതായത് ഉള്ളി വറുത്തെടുക്കേണ്ടത്. കണ്ടല്ലേ? അങ്ങനെ നമ്മുടെ താളിക്കാനുള്ള കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് സൈഡ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഈ സാമ്പാർ കുക്കറിൽ വേണമെങ്കിലും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതായത് ഇതിനകത്ത് ഞാൻ തുമരപ്പരിപ്പ് സെപ്പറേറ്റ് ആണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തുമരപ്പരിപ്പും കഷ്ണങ്ങളും ഒന്നിച്ചിട്ടതിന് ശേഷം ഈ പൊടികളൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുക്കർ തുറന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കടു താളിച്ചെടുത്താലും മതിയായിരിക്കും. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സാമ്പാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.